പ്രൈസ് നമുക്ക് വചനം എടുക്കാം. പുറപ്പാട് പുസ്തകം 33-ന്റെ 14, 15, 16, 17 വായിക്കുക. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലോ. അങ്ങനെ ഞാനും നിന്റെ മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ, അങ്ങ് ഞങ്ങളെ അടിമനുഖത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു, ഞങ്ങളെ ഈ മരുഭൂമിക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് ഈ ജനത്തെയും കൊണ്ട് മുന്നോട്ട് എനിക്ക് പോകണമെങ്കിൽ എനിക്ക് ഈ ജനത്തിൻ്റെ സപ്പോർട്ടല്ല ആവശ്യം. ഹല്ലേലൂയ. ഭയങ്കര വെളിപ്പാടുള്ള വ്യക്തികൾക്ക് മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മോശ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, ചോദിക്കുന്നത്. കർത്താവും ഒരു അല്പം മടിച്ചായിരിക്കും മോശയോട് സംസാരിച്ചത്. കാരണം 30 ലക്ഷം പേരുടെ ഒരു പാസ്റ്ററിനോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, അല്ലെങ്കിൽ എൻ്റെ കൃപ നിനക്ക് മതി, നീ മുന്നോട്ട് പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്, ഇവൻ എന്നെ ചോദിക്കുമോ? ഉണക്ക വടിയുമാറ്റി മരുഭൂമിയിൽ 40 വർഷം നിന്ന ഈ വിക്കനായ ഇവനെ ഒറ്റ ദിവസം കൊണ്ട് പാസ്റ്ററാക്കിയ എന്നെയാണോ ഇവൻ ചോദിക്കുന്നത്? അതിനുശേഷം ഇന്നലെ കണ്ട ഈ ജനത്തിനെയാണോ ഇവൻ ആവശ്യം? ഹല്ലേലൂയ എന്ന് മോശ ദൈവം ഒരുപക്ഷെ ചിന്തിച്ചിട്ടായിരിക്കാം മോശയോട് സംസാരിക്കുന്നത്. പക്ഷെ മോശ ദൈവത്തെ ഞെട്ടിച്ചുകൊണ്ട് മോശ പറയുകയാണ്, ഈ ജനം എൻ്റെ കൂടെ വന്നിട്ട് എന്ത് കാര്യം? ഹല്ലേലൂയ. അവർക്ക് അവരുടെ ഹൃദയത്തിൽ നിറച്ച് എവിടെ കുഴിമന്തി കിട്ടുമെന്നുള്ള ചിന്തയുണ്ട്. ഇവരുടെ ഹൃദയത്തിനകത്ത് എനിക്ക് ഇറച്ചി വേണം, കുഴിമന്തി എവിടെയുണ്ട്, അല്ലെങ്കിൽ അൽഫാം എവിടെ കിട്ടും, ഒന്ന് ഉച്ചയ്ക്ക് എവിടുന്ന് ആഹാരം കിട്ടും, ഇങ്ങനെയുള്ള ചിന്തയല്ലാതെ ഇവൻ്റെ ഒന്നും ഹൃദയത്തിനകത്ത് എന്തില്ല? ദൈവിക ചിന്തയില്ല. അങ്ങനെയുള്ള ഇടത്തും വലത്തും അറിഞ്ഞുകൂടാത്ത ഈ ജനത്തെയും കൊണ്ട് നടക്കാൻ എനിക്ക് ഇവരല്ല ആവശ്യം. എന്നെ മുന്നോട്ട് നടന്ന് ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. നിങ്ങൾക്ക് ഒരു വലിയൊരു സമൂഹം നിങ്ങളുടെ ബന്ധുക്കളായിട്ട് കാണാം. നിങ്ങൾക്ക് പറയാൻ MLA, MP അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധം കാണാം. നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയാൻ 100 പേര് കാണാം. ഒന്ന് വിളിച്ചാൽ എനിക്ക് ഇപ്പം ഇറങ്ങി വരും 40 പേര് 50 പേരെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയും. വിളിക്കുമ്പോൾ അറിയാം ആരും വരില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതികൂലം കഷ്ടം വരുമ്പോൾ അയൽവാസിയും കാണൂല, ഭർത്താവും കാണൂല, ആരും കാണണമെന്നില്ല. പക്ഷേ നീ വിളിക്കേണ്ട രീതിയിലൊന്ന് വിളിച്ചാൽ നിനക്ക് നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോൾ നീ ഇവിടെ ഇരുന്ന് ദൈവമായിട്ട് ബന്ധപ്പെട്ടാൽ അടുത്തിരിക്കുന്നവനെ ചുരണ്ടിക്കൊണ്ടിരിക്കാതെ, അടുത്തിരിക്കുന്നവനെ നോക്കിക്കൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ കോങ്കണ്ണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ എന്ത് ചെയ്യുക? നീ കർത്താവിനെ ഒന്ന് നോക്ക്. നീ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. അത് നിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ആരും ഇറങ്ങി വരാത്ത ഐശ്വര്യക്കകത്തും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ഒരു മനുഷ്യന് സഹായിക്കാൻ വന്നില്ലെങ്കിൽ പോലും ദൈവം നിൻ്റെ കഷ്ടതയിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കും. അതറിയാവുന്നവനായ മോശ പറയുകയാണ്, ഈ 30 ലക്ഷം പേരെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ എനിക്ക് ഈ വടിയും കുറേ അഭിഷേകവും കൃപാവരവും ഒക്കെ അങ്ങ് തന്നിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മുമ്പിൽ, തിരുസാന്നിധ്യം എൻ്റെ മുമ്പിൽ, തിരുസാന്നിധ്യം വരണം, തിരുസാന്നിധ്യം എൻ്റെ മുമ്പിൽ നടക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം തിരുസാന്നിധ്യം മുമ്പിൽ പോവുകയാണെങ്കിൽ എല്ലാ താമ്ര കഥകളും സകല ദുർഘടങ്ങളും അകറ്റി കർത്താവ് ഇരുട്ടിലെ നിക്ഷേപവും മറവിടത്തിലെ ഗുപ്തനിധികളും നിന്റെ കരങ്ങളിൽ തന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ നീ ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ ചില വാതിലുകൾ തുറക്കണമെന്ന്, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ചില വാതിലുകൾ തുറന്നു വരണമെന്ന്, നിനക്കൊരു ജോലി, നല്ല ജോലി കിട്ടണമെന്ന്, നിന്റെ ലൈഫിലൊരു പ്രമോഷൻ വേണമെന്ന്,
നിന്റെ ലൈഫിലെ പല മേഖലകളിലും അടഞ്ഞതെല്ലാം തുറക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നിന്റെ കരം പിടിക്കേണ്ടത് മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരം നിന്റെ കരത്തിലോട്ടൊന്ന് പിടിച്ചാൽ ആ കർത്താവ് നിന്റെ മുമ്പിൽ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഞെട്ടിപ്പോകും. നിനക്ക് പിന്നെ ജോലിയില്ല. നീ നോക്കി നിന്നാ മതി, നിന്റെ മുമ്പിലുള്ള എല്ലാ കഥകളും തുറക്കും. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി. തിരുസാന്നിധ്യം, ബോധവും ബുദ്ധിയുള്ളവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, എനിക്ക് അങ്ങയുടെ ഹല്ലേലൂയ ബന്ധം ആവശ്യമാണ്, അങ്ങയുടെ കൂട്ട് എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണ്, അവിടുത്തെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. ഹല്ലേലൂയ. എത്ര ബുദ്ധിയുള്ള, എത്ര വെളിപ്പാടുള്ള ഒരു മനുഷ്യനായി മോശ മാറി. അതിനു മുമ്പ് മോശ പറഞ്ഞ ഞാൻ വിക്കനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ വിക്കനാണ്, എനിക്ക് ഈ ജനത്തെ വിടുവിക്കാൻ സാധിക്കയില്ല. അന്ന് മോശയ്ക്ക് വെളിപ്പാടില്ലായിരുന്നു. ഹല്ലേലൂയ. അന്ന് മോശയ്ക്ക് വെളിപ്പാടില്ലായിരുന്നു. കാരണം മോശയ്ക്ക് മനസ്സിലായില്ല ഈ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എത്ര കുറവുണ്ടെങ്കിലും ഒരു വിഷയമില്ലെന്ന്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ എത്ര കുറവുകളുണ്ടെങ്കിലും, നമ്മൾ എത്ര വിക്കനാണെങ്കിലും, എന്തൊക്കെ വിദ്യാഭ്യാസം യോഗ്യത നിനക്കില്ലെങ്കിലും, നിനക്ക് ഈ ലോകത്ത് സകല മനുഷ്യനും ഒരു കഴിവ് കെട്ടവനായി നിന്നെ കണ്ടിരിക്കുകയാണെങ്കിൽ പോലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ കഴിവുകേടുകൾക്ക് മുകളിൽ, നിന്റെ കുറവുകൾക്ക് മുകളിൽ, നിന്റെ വീക്ക്നെസ്സുകളുടെ മുകളിൽ, നിന്റെ ബലഹീനതകളുടെ മുകളിൽ പറന്നുയരുന്ന ഒരു കഴുകനെ പോലെ നിന്നെ ആക്കുവാൻ ഒന്ന് മാത്രം മതി. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ പറന്നിറങ്ങിയാൽ, നിന്റെ മേൽ ഇറങ്ങിയാൽ, ആ ദൈവ സാന്നിധ്യം നിന്നെ തൊട്ടാൽ നിമിഷ നേരം കൊണ്ട് നിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണെന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരാണെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നന്നായിട്ട്. എത്ര വർഷമായി മാറി നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന, ചിതറിക്കിടക്കുന്ന വിഷയങ്ങളെയും നീ നേരെ ദൈവസന്നിധി മുട്ടുമടക്കി ഒരു നിലവിളിച്ച് കരഞ്ഞാൽ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നിനക്ക് മടക്കി തന്ന് നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ മടക്കി തരുന്ന ഒരു ദൈവം, നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ മടക്കി തരുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്നിവിടെ ഇറങ്ങിയിട്ടുണ്ട്. തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, തലമുറകളെ ഓർത്ത് കരയുന്ന പിതാവേ, ഇന്ന് പകൽ ആത്മാവ് നിന്നോട് ദൂത് പറയുകയാണ്. കെട്ടപ്പെട്ട കഴുതയായി ഒരു കുറ്റിക്കകത്ത് അടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന കഴുതയോട്, സെക്കറിയാവിന്റെ പുസ്തകത്തിൽ ആ കഴുതയോടൊരു ദൂതുണ്ട്. നിന്റെ പുറത്ത് രാജാവ് കയറി എഴുന്നള്ളും. രാജാവിന് കയറാനുള്ള ഒരു വാഹന മൃഗമാണവൻ. പക്ഷേ ഇപ്പോൾ ഒരു കുറ്റിയിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽ ആത്മാ പറയുന്നു, ചില കുറ്റികൾ ഇവിടെ വലിച്ചൂരാൻ പോവുകയാണ്. നീ ഒരു കഴുതയാണ്, പക്ഷെ നിന്റെ പുറത്ത് കയറാനുള്ളവൻ യേശുവാണ്. എന്നാൽ നീ ഒരു കുറ്റിയിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. കടഭാരം എന്ന കുറ്റി, ഹല്ലേലൂയ, രോഗമെന്ന കുറ്റിക്കകത്ത്, കുടുംബ തകർച്ച എന്ന കുറ്റിക്കകത്ത്, നിരാശ എന്ന കുറ്റിക്കകത്ത് നിന്നെ കെട്ടി തളച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ആത്മാവിൽ അതിനെ വലിച്ചൂരാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ചിലതിനെയൊക്കെ വലിച്ചൂരാൻ പോവുകയാണ്. ചില കുറ്റികളൊക്കെ വലിച്ച് കർത്താവ് ഊരും. ഈ കഴുതയുടെ പ്രത്യേകത എന്താണ്? ഈ കഴുതയും കൊണ്ട് അബ്രഹാം വരികയാണ്. ഈ കഴുതയും കൊണ്ട് വരുന്നത് മകനെ യാഗം കഴിക്കാനാണ്. പക്ഷെ ആ കഴുത താഴ്വരയിലെത്തിയപ്പോൾ അബ്രഹാം പറയുകയാണ്, കഴുത ഇവിടെ നിൽക്കാൻ, നിനക്ക് ആരാധനയ്ക്ക് മുകളിലോട്ട് കയറാനുള്ള വിളിയില്ല. നിനക്ക് കയറാനുള്ള, അല്ലെങ്കിൽ നിനക്ക് വരാനുള്ള ഒരു ഏരിയ ഉണ്ട്, ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനപ്പുറം നിനക്ക് കയറാൻ പറ്റത്തില്ല, നീ ഇവിടെ നിന്നാൽ മതി. നമ്മളറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരുപാട് പേര് നമ്മളെ പകുതി വഴിയിൽ അല്ലെങ്കിൽ ഒരു പരിമാകുമ്പോൾ അവിടെ നിന്നാൽ മതി എന്ന് പറയും. കൂടുതൽ ഇങ്ങോട്ട് കയറണ്ട, അല്ലേ, ഇവിടെ നിന്നാൽ മതി, ഇതാണ് നിന്റെ സ്ഥാനം. അങ്ങനെ കഴുതയ്ക്ക് അബ്രഹാം പിതാവ് ഒരു സ്ഥാനം കൊടുത്തു. വിറക് ചുമക്കുക, അതാണ് അതിൻ്റെ സ്ഥാനം. വിറക് ചുമക്കുക,
ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് വരാം. മനസ്സിലായോ? നീ പലർക്കും ഭാരം ചുമക്കുന്നൊരു കഴുതയാണ്. ആ ഭാരം ചുമക്കുന്ന കഴുതയാകുന്ന നിനക്ക് ഒരു 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 ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വരുമ്പോൾ നിന്റെ പരിപാടി അങ്ങ് തീരുക. അവിടം വരെ നിനക്ക് സ്വാതന്ത്ര്യമുള്ളൂ, ഫ്രീഡം ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ യോഗ്യതയുള്ളവനല്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിനകത്ത് വന്നപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകാൻ ഹല്ലേലൂയ ഒരു കഴുതയെ വേണം. എതിരെയുള്ള ഗ്രാമത്തിൽ കെട്ടപ്പെട്ട കഴുതയും കുട്ടിയും അടിച്ചുകൊണ്ട് വാ. അബ്രഹാമിന് വേണ്ടാത്ത ചിലതിനെ കർത്താവ് യേശുവിന് ഈ പകൽ വേണം. പിതാക്കന്മാർക്ക് വേണ്ടാത്ത ചിലതിനെ, പ്രവാചകന്മാർക്ക് വേണ്ടാത്ത ചിലതിനെ, പാസ്റ്റർമാർക്ക് വേണ്ടാത്ത ചിലതിനെ, അപ്പനും അമ്മയ്ക്കും വേണ്ടാത്ത ചിലതിനെ, പിതാക്കന്മാർക്ക് വേണ്ടാത്ത, പലർക്കും നിന്റെ വീട്ടുകാർക്ക് വേണ്ടാത്ത ചിലതിനെ ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുകയാണ്. എന്റെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. അവന് നിന്നെ മരം ചുമക്കാനല്ല, വിറക് ചുമക്കാനല്ല, അലക്ക് ആ തുണി ചുമക്കാനല്ല. ഇന്ന് മകൾ നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. ആ യേശുവിനെ നിന്റെ മകളിൽ കയറാൻ, നിന്നെ കൊണ്ട് സഞ്ചരിക്കാൻ. ഇതുവരെ നിന്റെ കുടുംബത്തിൽ ആരും കയറാത്ത ചില മേഖലകളിൽ, ഒരു മനുഷ്യനും കാണാത്ത ചില ദേശങ്ങളെ, രാജ്യങ്ങളെ, ചില പട്ടണങ്ങളെ നേടാൻ തക്കവണ്ണം കർത്താവ് നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ഒറ്റ അടിക്ക് ഒരുത്തനെ കൊന്നു കുഴിച്ചിട്ട് പോയവനെയാണ് എന്റെ ദൈവം മരുഭൂമിയിൽ വെച്ച് പിടിച്ചതെങ്കിൽ, ഇന്ന് ചിലരെ നോക്കി ആത്മാ പറയുന്നു, എത്ര വലിയ കോപിഷ്ഠനാണെങ്കിലും, എത്ര വലിയ കൊലപാതകിയാണെങ്കിലും, എത്ര വലിയ മോശ സ്വഭാവമുള്ളവനാണെങ്കിലും, നാട്ടുകാർക്കും വീട്ടുകാർക്കും നിന്നെ ആവശ്യമില്ലെങ്കിലും, എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു ആയുസ് മുഴുവനും ഒരു കഴുതയെ ഉപയോഗിച്ച് അവസാനം എല്ലും തോലുമായി. ആ കഴുത എല്ലും തോലുമായി കിടന്നപ്പോൾ ആ കഴുത ചിന്തിച്ച് കാണും, എന്നെ ഉപയോഗിച്ച് അവര് ഇപ്പോൾ ഞാൻ എല്ലായി, അസ്ഥിയായി. ഉപയോഗിച്ചവരെല്ലാം എന്നെ എന്ത് ചെയ്തു, നന്നായിട്ട് യൂസ് ചെയ്ത് ഞാനിപ്പോൾ അസ്ഥി കൂമ്പാരമായി കിടക്കുക. അപ്പോഴാണ് ഒരു അഭിഷേകവെള്ളം വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് വരെ നിന്നെ പല ഹീന പ്രവർത്തികൾക്ക് ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് പകല് എൻ്റെ കരങ്ങളിലെ ഒരു ആയുധമായി, ഒരു കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് 500 10,000 പേരെ അടിച്ചു കൊല്ലത്തക്ക രീതിയിൽ ഒരു ആയുധമായി ഒരു അസ്ഥികഷണത്തെ ശിംശോൻ എന്ന അഭിഷിക്തന്റെ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവിന്റെ ദൂത് പറയുകയാണ്, എല്ലാവരും ഉപയോഗിച്ച് അസ്ഥിക്കോലമായ ആർക്കും വേണ്ടാതെ വലിച്ചെറിഞ്ഞ നിന്നെ ആത്മാവെന്ന ഒരു ആയുധമായി, അടുത്ത സീസണിൽ ദൈവത്തിന്റെ ഒരു ആയുധമായി നീ ഉപയോഗിക്കപ്പെടാൻ പോവുകയാണ്. നീ ഒന്ന് മരിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് ശപിച്ച ചിലരുണ്ടെന്ന് ആത്മാവിനെ കാണിക്കുന്നു. നിന്റെ മരണം കാത്തിരുന്നവരുണ്ട്. നീ ഒന്ന് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, നീ ഒന്ന് തൂങ്ങി ചത്തെങ്കിൽ കൊള്ളാമായിരുന്നു, നിന്നെ ആരെങ്കിലും ഒന്ന് കൊന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച് ആഗ്രഹിച്ചവരുണ്ട്. എന്നാൽ ഇന്ന് ആത്മാവ് പറയുകയാണ്, നിന്റെ വീട്ടുകാര് തന്നെ പലപ്പോഴും നിന്നെ നോക്കി പറയും, ഇവനൊന്നും ഇല്ലാതിരുന്നെങ്കിൽ, ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ കയ്യിലെ ഒരു ആയുധമായി ഉപയോഗിക്കാനാണ് ഞാൻ നിന്നെ ഒരു അസ്ഥി കൂമ്പാരമാക്കി. ആർക്കും വേണ്ടാത്ത ഉപയോഗിച്ച് കൂട്ടുകാർ ഉപയോഗിച്ച്, നാട്ടുകാർ ഉപയോഗിച്ച്, ഒരു അസ്ഥിയായ നിന്നെ ആത്മാവ് ദൈവം കരങ്ങളിൽ എടുത്ത്, ഓ ഫയർ ഫയർ ഫയർ, നീ ചില യുദ്ധങ്ങൾ ജയിക്കാൻ പോവുക. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാത്തവനാണെന്നല്ലേ പറഞ്ഞത്. എന്നാൽ നീ മുഖാന്തരം ആയിരങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നു. നിന്നെ ആയിരങ്ങൾക്ക് ഒരത്ഭുതമാക്കി ഞാൻ മാറ്റാൻ പോവുകയാണെന്ന്. നിന്റെ കുറവുകൾ, നിന്റെ ബലഹീനതകൾ നിന്നെ ആർക്കും വേണ്ട. ഒരു വഴിപോക്കൻ പോലും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഇന്ന് പകൽ അഭിഷിക്തൻ വരികയാണ്.
അഭിഷിക്തൻ വരികയാണ് നിന്നെ മാത്രം സെലക്ട് ചെയ്യാൻ. നിന്നെ ഒരു യുദ്ധത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെ യുദ്ധത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് ഇതിനകത്തിരിക്കുന്ന ചിലരെ അടുത്ത സീസൺ റിവൈവലിൽ ഒരു യുദ്ധത്തിന് വേണ്ടി ചില ആയുധങ്ങളായി ദൈവം ചിലരെ അഭിഷേകം ചെയ്യുക. ഓ ഗ്ലോറി! ദൈവം എന്നോട് വ്യക്തമായി പറയുകയാണ്, ദൈവം എന്നോട് സംസാരിക്കുകയാണ്. കർത്താവ് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന പല വ്യക്തികളെ ദൈവം ഒരു ആയുധമാക്കാൻ പോവുക. മനസ്സിലായി? എത്രയോ നാളുകളായി ഒരു അസ്ഥി അവിടെ കിടക്കുക. പോകുന്ന ഒരു മനുഷ്യന് അസ്ഥിയെ നോക്കാറില്ലെന്ന്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്ഥികൂടത്തെ നോക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്ഥികൂടത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്ഥി കൂപാനകൾ കിടക്കുമ്പോൾ അതിൽ നിന്ന് കരങ്ങളിൽ എടുക്കാറുണ്ടോ? പക്ഷേ ഇന്ന് പകല് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ശവക്കുഴിക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിന്നെ എന്റെ ഒരു ആയുധമായി നാറി നാറ്റം വച്ചിരിക്കുന്ന നിന്നെ എന്റെ ദൈവം കരങ്ങളിലെടുത്താൽ ഒരു യുദ്ധം, ശത്രുവിനെ നിഗ്രഹിക്കാൻ, ദേശത്തിൽ ഒരു ഉണർവ് കൊണ്ടുവരുവാൻ, ദൈവജനത്തിന്റെ നന്മകളെ പിടിച്ചു വച്ചിരിക്കുന്ന ഫെലിസ്ത്യ ശക്തികളെ തകർത്ത് കളയാൻ ദൈവം നിന്നെ ഒരു ആയുധമായി, ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഒരു ആയുധമായി മാറ്റി വിളിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ ജീസസ്! ചില ആയുധങ്ങൾ ഇതിനകത്തിരിക്കുക. ആർക്കും വേണ്ടാത്ത ചിലർ, തള്ളിക്കളഞ്ഞ ചിലർ, ഒരു പരിധി വിട്ട് കയറി ഒരു വീട്ടിൽ പോലും നിന്നെ കയറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ നിന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത കാലമുണ്ടായിരുന്നു. ഒരു വിവാഹത്തിന് നിന്നെ വിളിക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. കൂട്ടം കൂടി നിന്ന് ആൾക്കാർ ചിരിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആത്മാവ് പറയുന്നു, നിന്റെ പെറ്റ അമ്മയും പെറ്റ അപ്പനും പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവനൊന്ന് മരിച്ചങ്ങിക്കൊള്ളാം. എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു, നിന്നെയാണ് എനിക്ക് വേണ്ടത്, നിന്നെയാണ് എനിക്ക് വേണ്ടത്. നീ എന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധമാണ്. നീ എന്റെ കരത്തിലെ ഇണങ്ങിയ ഒരു ആയുധമാണ്. ഓ ഹല്ലേലൂയ! കഴുത്തൊടിച്ചു കൊന്നുകളയേണ്ട ഒരു മൃഗമാണ് പഴയ നിയമത്തിലെ ഇതനുസരിച്ച് കഴുത. പക്ഷെ ഇപ്പോൾ കർത്താവ് പറയുന്നു, കഴുതയെ എനിക്ക് വേണം. ഹല്ലേലൂയ! കഴുതയെ എനിക്ക് വേണം. എന്തിനാ വേണ്ടത്? അവന്റെ ആ കഴുതയുടെ മുമ്പിൽ തുണികൾ വിരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്! ഇതുവരെ ആരും കയറാത്ത ചില മേഖലകളിൽ കയറാൻ എന്റെ ദൈവം ഇതിനകത്തിരിക്കുന്ന ചില ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളരുതാത്ത, എല്ലാവരും വെറുത്ത് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച ചിലതിനെ ചിലരെ പരിശുദ്ധാത്മാവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്റെ സകല കണ്ണുനീരും നിലവിളിയും ഒക്കെ കേട്ട എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവം നിന്നെ കരങ്ങളിൽ എടുക്കാൻ പോകുന്നു. നീ ഒരു ആയുധമായി, മൂർച്ചയേറിയ ആയുധമായി മാറാൻ പോകുന്നു. ഇരുമ്പോടാമ്പലുകളെ തകർക്കാൻ, പട്ടണങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, ജാതികളെ നേടുവാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തികളിലൂടെ 10,000 നേടാൻ, ദേശാധിപതി ശക്തികളെ തകർക്കാൻ, ക്ഷേത്ര ശക്തികളെ തകർക്കാൻ. ചില പൗലോസുമാരെ നീ കാല് ചവിട്ടുമ്പോൾ തന്നെ ദേശാധിപതി ശക്തികൾ തകരും, ക്ഷേത്ര ശക്തികൾ തകരും, ഇരുമ്പോടാമ്പലുകൾ തകരും. ഇതാ നിന്റെ കാലുകളിൽ ഒരു അധികാരം വരുന്നു. ചിലരുടെ കരങ്ങളിൽ ഒരു അധികാരം വരുന്നു. ചിലരുടെ നാവിനകത്തൊരു തീ കയറുന്നു. ഇതാ കഴുതയായ നിന്നെ ദൈവം നിന്റെ ശരീരത്തിൽ ഒരു ചൂടടയാളം, ചിലരുടെ ശരീരങ്ങളിൽ ചൂടടയാളങ്ങൾ. ചില ആയുധങ്ങൾ പുറത്തു വരട്ടെ, ചില ആയുധങ്ങൾ പുറത്തു വരട്ടെ. ഞാൻ നിന്നെ ഒരു വെൺമഴുവായി, ആർക്കും മുറിക്കാൻ പറ്റാത്ത ചില വൻമരങ്ങളെ മുറിക്കാൻ, ആർക്കും വെട്ടിവീഴ്ത്താൻ പറ്റാത്ത വലിയ മരങ്ങളെ വെട്ടിവീഴ്ത്താൻ, ആർക്കും പിടിക്കാൻ പറ്റാത്ത ചില ഏരികളെ പിടിക്കാൻ, ആർക്കും ഒതുക്കാൻ പറ്റാത്തവനെ ഒതുക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ. ശക്തമായ ആയുധങ്ങളെ ദൈവം ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് ചില ആയുധങ്ങളെ, ഈ കൂട്ടത്തിൽ നിന്ന് ചില ആയുധങ്ങളെ ആത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോയ
ഓ ഓ നിന്റെ അതിരുകൾ പൊട്ടുന്നു. നിന്നെ അടിച്ചിരിക്കുന്ന കുറ്റികൾ വലിച്ചൂരുന്നു. ഒന്ന് ഊരിക്കെ വലിച്ചൂരും. നിന്നെ തന്നെ കെട്ടി ബന്ധിച്ച് ഒതുക്കി നീ ഒരിടത്ത് പോകാൻ പറഞ്ഞ നിന്റെ പാസ്പോർട്ടിൽ വിസ അടിക്കാതെ, നിന്റെ പാസ്പോർട്ട് എടുത്തിട്ട് പ്രയോജനമില്ലാതെ, ഹല്ലേലൂയ, അത് അലമാരയ്ക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന നിലവാരത്തിലിരിക്കുന്ന ചിലരെ ഈ ദിവസങ്ങളിൽ നിന്റെ പാസ്പോർട്ടിൽ വിസകൾ അടിച്ച് ചില രാജ്യങ്ങളുടെ വാതിലുകളെ നിന്റെ മുമ്പിൽ ഓപ്പൺ ആക്കുകയാണ്. ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യെസ് 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 യെസ്. ഓ വർഷങ്ങളായി പൂട്ടി കെട്ടിക്കിടക്കുന്ന നിന്റെ നന്മകളൊക്കെ ഇന്ന് പകൽ തുറക്കാൻ പോവുക. ഹല്ലേലൂയ. കർത്താവ് പറയുക, കഴുതകളെയൊക്കെ ഇന്ന് പുറത്തു കൊണ്ടുവരും. ഒരു മോശ ഒരു വെറും 5 പൈസയ്ക്ക് പ്രയോജനം ഇല്ലാത്തവനായിരുന്നു. പക്ഷെ നല്ല തടിയും തണ്ടും നല്ല തൂക്കം ഒറ്റയടിക്ക് ഒരുത്തിനെ കൊന്നിട്ട് അതിനെ കുഴിച്ചു താത്തവനാ, അല്ലാതെ ഊതിയ പറന്നു പോകുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ആങ്കുള്ളവൻ, നല്ല തൻ്റെ ഇടമുള്ളവൻ, നല്ല ധൈര്യമുള്ളവൻ, നല്ല ഉറപ്പുള്ളവൻ ഒറ്റയടിക്ക് ഒരുത്തിനെ കൊന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ ആ വ്യക്തി തന്നെ കുഴിച്ചു മൂടി. ഹല്ലേലൂയ. നാട് വിട്ടു. പക്ഷെ ഈ പോക്കില വിക്കനായി പോയി. നല്ല സുന്ദരനായിരുന്നു. പക്ഷെ 40 വർഷം കൊണ്ട് കറുത്ത് ഉണങ്ങി. കയ്യിലൊന്നുമില്ല, ഒരു വടി മാത്രമുണ്ട്. ഭാര്യ പറയുന്നു, വഴിയെ പോയവനെ കയറി കെട്ടണ്ടായിരുന്നു. കണ്ടപ്പോൾ അറിയാതെ അന്നത്തെ സൗന്ദര്യം ഇതൊക്കെ കണ്ട് കെട്ടിയതാ. ഇപ്പൊ ഉണങ്ങി അസ്ഥികൂടമായി. ഹല്ലേലൂയ. ഇപ്പൊ 5 പൈസയല്ല, 40 വർഷം കൊണ്ട് ഭാര്യയുടെ കുടുംബത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. സ്തോത്രം. ആർക്കും വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, അമ്മാവിയപ്പന് വേണ്ട, നാട്ടുകാർക്കും വേണ്ട. പക്ഷേ ദൈവം ആ വ്യക്തിയെ കാണാൻ ഇറങ്ങി വന്നു. നിന്നെ കാണാൻ ദൈവം ഇറങ്ങി വരും. ഇന്ന് പല രാജ്യങ്ങൾ, ഇറാനിലൊക്കെ കർത്താവ് 3 മണിക്കൂറൊക്കെ ആൾക്കാരോട് സംസാരിക്കുക. ഇവിടെ മാത്രമാണ് ദൈവം ഇറങ്ങി വരാതെ ഓടിക്കളയുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കുറേ ഭൂതങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് കർത്താവ് ഇവിടെ വരുന്നില്ല. പക്ഷേ ഇറാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം 2-3 മണിക്കൂർ യേശു ക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്ന് അവരെ കൂടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ കർത്താവുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും പഞ്ചാബിലും അല്ലെങ്കിൽ പിന്നെ ഇറാഖിലും പിന്നെ വേറൊരു സ്ഥലമുണ്ടല്ലോ, അത് മറന്നു, ഇന്തോനേഷ്യ, പല രാജ്യങ്ങളിൽ മണിക്കൂറുകൾ യേശു നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കുക ആൾക്കാരോട്. കർത്താവ് ഭാഷന്മാരിലൂടെ അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ലോക രാജ്യങ്ങളിൽ കുവൈറ്റിലെ രാജകുമാരൻ വരെ യേശുവിനെ അറിഞ്ഞു. തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ മരിച്ചാലും ജീവിച്ചാലും ഞാൻ യേശു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ ഉണങ്ങിയ അസ്ഥികൂടങ്ങളായിട്ട് കിടക്കുക. ഹല്ലേലൂയ. കർത്താവിനെ എൻ്റെ ആരാധനയ്ക്ക് വന്നിരുന്നാലും അനങ്ങേയില്ല, കയ്യും കെട്ടി വായും തുറന്ന് അവിടെ ഇരിക്കും. പറ്റുമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോകും, ഗ്യാസും കൂടെ ഉള്ളതുകൊണ്ട്. പക്ഷേ നിന്റെ ഇതിൻ്റെ അകത്ത് നിന്ന് ചിലതിനെ ദൈവം പുറത്തെടുക്കും. ഉറങ്ങുന്നവരെല്ലാം ഉറങ്ങട്ടെ, കൈകെട്ടി ഇരിക്കുന്നവനൊക്കെ അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ചലിക്കാത്തവനൊന്നും ചലിക്കണ്ട. ഭോഷന്മാര് പറയും ഇതെല്ലാം, ബോധമല്ലാത്ത ഭോഷന്മാര് പറയും ഇതെല്ലാം ഭോഷത്തരമാണ്. നശിക്കാനുള്ളവൻ പറയും ഇതൊരു ഭോഷത്തരമാണ്. എന്നാൽ ജീവൻ പ്രാപിക്കാനുള്ളവൻ പറയും ഇതൊരു ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. നീ നശിക്കാനുള്ളവനാണെങ്കിൽ നീ ഇതിനകത്തിരുന്ന് ഇതിനെല്ലാം നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും. പക്ഷേ നീ ജീവൻ പ്രാപിക്കാനുള്ളവനാണെങ്കിൽ ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ നിന്റെ മേൽ വ്യാപരിച്ച് നീ ഒരു ആയുധമായി മാറാൻ പോകുക. നീ ഒരു ആയുധമായി മാറാൻ പോകുന്നു. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം വരട്ടെ. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. I release the fire. Fire. Yes. രാജ്യങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാൻ, രാജ്യങ്ങളെ പിടിക്കാനുള്ളവരാണ് നീ. പ്രാപിക്കുക. രാജ്യങ്ങളെ പിടിക്കുക, രാജ്യങ്ങളെ പിടിക്കുക. ഒതുങ്ങരുത്. ഈ ട്രിവാൻഡ്രത്ത് ഒതുങ്ങരുത്, നെടുമങ്ങാടിൽ ഒതുങ്ങരുത്. നീ രാജ്യങ്ങളെ പിടിക്കാൻ
അവഗണിക്കപ്പെട്ടവരെ, അപമാനിക്കപ്പെട്ടവരെ, നിന്ദിക്കപ്പെട്ടവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ, അപമാനിക്കപ്പെട്ടവരെ, നിന്ദിക്കപ്പെട്ടവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ ദൈവം ഇന്ന് പകൽ തൊടുകയാ. ഫയർ! ഫയർ! ഇരുന്നോ. കർത്താവ് പറയുക, ഞാൻ ആത്മാവിൽ കാണുന്ന ചില കുറ്റികളൊക്കെ വലിച്ചു പോയി. നമ്മൾ സ്വയമായി വിചാരിച്ചാൽ നടക്കാത്തത് പരിശുദ്ധാത്മാവ് ചില സമയത്ത് അങ്ങനെ ഇറങ്ങും. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു 10-16 വർഷം ഒരു വീട്ടിനകത്ത് ഞാൻ അകപ്പെട്ട് പിശാചും പിടിച്ച് ശാപവും പിടിച്ച് എന്നും വഴക്കും അടിയും ബഹളവും അതിര് തർക്കവും പോലീസ് കേസും മരണവും ആത്മഹത്യയുമായിട്ട് ഒരു വീട്ടിനകത്ത് ഞങ്ങൾ എന്ത് ചെയ്തു? ശപിക്കപ്പെട്ട ഒരു വീട്ടിനകത്ത് ഞങ്ങളായി. അവിടെ വെച്ച് ഞങ്ങൾ യേശുവിനെ കാണുന്നത്. ആ കർത്താവിനെ കണ്ടിട്ടും 9 വർഷം വരെ ഞങ്ങൾ അതേ അവസ്ഥയിലാണ്. ഞങ്ങളുടെ ഭൗതിക മേഖലയെല്ലാം യേശുവിനെ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു. പക്ഷേ 10 മടങ്ങ് തീക്കകത്തായിരുന്നു പ്രശ്നം. ആ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ വയ്യ. ആ വീട്ടിനകത്ത് യേശുവിനെ അറിഞ്ഞ് സാക്ഷി പറഞ്ഞ് നടക്കുക. സാക്ഷിയൊക്കെ പറയാൻ പോകും, ശുശ്രൂഷയൊക്കെ ചെയ്യും. പക്ഷേ വീട്ടിനകത്ത് വന്ന ദാരിദ്ര്യം, ശാപം, ബന്ധനം, സർപ്പശക്തികൾ വീട്ടിനകത്ത് വരുമ്പോൾ ആ പാമ്പൊക്കെ ഇറങ്ങി ഓടുന്നു. ഭയങ്കരമായി വീട്ടിനകത്ത് വന്ന പരസ്പരം അങ്ങോട്ട് ഞാൻ അടിയും ബഹളവും ഭിന്നതയും. എവിടെയെങ്കിലും കൺവെൻഷന് പോയിട്ട് വന്ന വഴി കിടന്നടി. അതായിരുന്നു ആദ്യകാലം. നമ്മൾ പിശാച് ഇളകും. അവിടെ ചെന്ന് ഭയങ്കര ശുശ്രൂഷകൾ ചെയ്തിട്ട് വരുന്ന വഴിയിലായിരിക്കും ഞങ്ങൾ തമ്മിൽ അടിയുക. അങ്ങനെ ഒരു പിശാച് പിടിച്ച് നമുക്കറിയത്തില്ല, നമുക്കന്നറിയാം. നമ്മൾ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് ഭയങ്കര ഫയർ. പക്ഷേ ബന്ധനം അഴിയുന്നില്ല, വീട്ടിൻ്റെ കെട്ട് പൊട്ടുന്നില്ല, സ്വഭാവം മാറുന്നില്ല, ഒരു രൂപ പോലും കയ്യിൽ വരുന്നില്ല. പലിശക്കാർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പലിശക്കാർ വീട്ടിൽ വന്ന് അടുക്കളയ്ക്കകത്ത് കയറി കരത്തിൽ കൈയിട്ട് വെല്ലുവിളിച്ചിട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മളപ്പോഴും എന്ത് കാണും? യേശുവിനെ കുറിച്ച്, യേശു രക്ഷകന് ഭയങ്കര ആവേശത്തിൽ പ്രസംഗിക്കുക. വീട്ടിൽ വരുമ്പം കടക്കാർ, പലിശക്കാർ സത്യാഗ്രഹം ഇരിക്കുക. അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ആഹാരമില്ല, 1 രൂപയില്ല കയ്യിൽ എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്താണ് നമുക്ക് അറിയത്തില്ല. എന്നാൽ ഒരു ദിവസം ഞാനും എൻ്റെ സഹോദരനും കൂടെ പ്രാർത്ഥിച്ച് 12 മണിയായി. സമാധാനം, സ്വസ്ഥതയില്ല. രാത്രി 12 മണിയായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ഇനി വയ്യ. ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും കഷ്ടവും അപമാനവും നഷ്ടവും അനുഭവിച്ചു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം, യേശുവിനെ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ 10 മടങ്ങെത്തി കഷ്ടം. ഒരു സൈഡിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടുള്ള അടിയും അപവാദവും അപമാനവും നിന്ദയും ഒറ്റപ്പെടലും, മറു സൈഡിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറുന്നില്ല. കർത്താവ് പെട്ടെന്ന് രാത്രി ഞങ്ങൾക്കൊരു വെളിപ്പാട് തന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരുന്നു. നിങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആത്മാവിൽ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായ പ്രാർത്ഥന മുന്നോട്ട് പോയപ്പോൾ ഒരു വലിയ വെളിപ്പാട് കാണുകയാണ്. ഞങ്ങളുടെ വീടിനെ ചുറ്റി ഒരു സർപ്പശക്തി, വീട് മുഴുവൻ ചുറ്റി ഇങ്ങനെ ചുറ്റി ഏറ്റവും മുകളിൽ 5 or 10 തലയുള്ളൊരു പാമ്പ്. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം ഈ പാമ്പിൻ്റെ വായിക്കകത്തുണ്ടാവും. ഞങ്ങളുടെ നന്മയെല്ലാം പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങളങ്ങോട്ട് ചവിട്ടാൻ തുടങ്ങി. ആത്മാവിൽ ഇത് കണ്ടുകൊണ്ട് ചവിട്ടിയപ്പം സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. വായിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് ഓരോന്നും ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി. അവസാനം ഇത് ചുറ്റഴിയാൻ തുടങ്ങി. ചുറ്റഴിഞ്ഞ് അത് തറയിൽ വീണ് മരിച്ചു. പിറ്റേന്ന് ആ വീട് വിറ്റ് ഞാൻ രാവിലെ. പിറ്റേന്ന് 7:30 മണിക്ക് ആ സ്ഥലവും വീടും വിറ്റിയ. ആ കെട്ടഴിഞ്ഞ് ഞങ്ങൾ ദേശം വിട്ടുപോയി. മനസ്സിലായോ? ചില ബന്ധനം കേട്ട് എത്ര നീ ഇതിനകത്തിരുന്ന് ആരാധിച്ച്, അതാണ് പറയുന്നത്. നമ്മൾ എത്ര വചനം കേട്ട് എത്ര ഫാസ്റ്റിംഗ് പ്രയർ എങ്ങനെയാണെങ്കിലും ചിലത് വർഷങ്ങൾ ആരും അറിയാതെ പതിയിരിക്കും. ആരും അറിയാതെ നമ്മളെ പുറകിൽ നമ്മളറിയത്തില്ല. നമ്മൾ വഴി നമ്മളെല്ലാം തികഞ്ഞു. കുറച്ച് അന്യഭാഷ ഒരു കസേര ഒടിച്ചപ്പോൾ എല്ലാം ആയെന്ന് വിചാരിക്കും. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ പോലും അറിയാതെ പതിയിരിക്കുന്ന ചില ശാപശക്തികൾ, അത് നീ ഒരുമാതിരിയൊന്നും ആരാധിച്ചാലൊന്നും മാറുന്നതല്ല.
നീ ഈ ബ്രെഡിന് ജാം തേക്കും പോലെ തേച്ചുകൊണ്ടിരുന്നാൽ മാറുന്ന സംഭവമല്ല ഇത്. ഹല്ലേലൂയ. മനസ്സിലായോ? നീ കളിയും ചിരിയും തമാശയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാലൊന്നും അതിൻ്റെ അർത്ഥം നമുക്ക് ഒരാളിനെ കാണാൻ അറിയാം, ബന്ധനമുള്ളവനെ കാണാൻ അറിയാം. ബന്ധിക്കപ്പെട്ടവൻ വാ തുറക്കൂല, ബന്ധിക്കപ്പെട്ടവൻ വാ തുറക്കത്തില്ല, ബന്ധിക്കപ്പെട്ടവൻ കരം ചലിപ്പിക്കത്തില്ല, ബന്ധിക്കപ്പെട്ടവന് ബോധം കാണത്തില്ല, ബന്ധിക്കപ്പെട്ടവൻ വിമർശിച്ചുകൊണ്ടേയിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കും. ആരാധിച്ച ആൾക്കാർ വീഴുമ്പോൾ അവയിരുന്നു. പണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ടവരായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. എൻ്റെ അച്ഛൻ ആരാധിച്ച് കസേര പിടിക്കുമ്പോഴേ എൻ്റെ അനിയെ ആരാധിക്കുമ്പോൾ എൻ്റെ അമ്മ ആരാധിക്കുമ്പോൾ ഞാൻ മാറിയെന്ന് കൈകെട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ഇവരെ കാണുമ്പോൾ എനിക്ക് പറഞ്ഞത് എന്നെയാണ്. പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, ബോധമില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായി എൻ്റെ അകത്തുനിന്ന് ഒരു 10-25 സാധനം ഇറങ്ങി ഓടി. ആരും കൈവയ്ക്കാതല്ല, രാത്രി കിടന്നപ്പോൾ തീ ഇറങ്ങിയിട്ട് ഓടി. കർത്താവിനെ ദർശനം കണ്ടതും ഓടുന്നു, പലതരത്തിലും രൂപത്തിലുള്ള ആൾക്കാർ. ഹല്ലേലൂയ. അത് ഇറങ്ങി ഓടിയപ്പോഴാണ് ഇതിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത്. മനസ്സിലായോ? അതുകൊണ്ട് നിന്നെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. സാധനം അകത്തുള്ളതുകൊണ്ട് അവൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഐറ്റം എത്ര ഉണ്ടോണ്ടാണ്. പാവം, കഷ്ടം. എന്നെങ്കിലും ഒരു ആരാധനയിൽ ആ പാവപ്പെട്ടവരൊക്കെ പിടിപ്പിക്കും 4 വിളിയും ഒരു ഇഴച്ചിലും നിന്റെ കെട്ട് പൊട്ടും. അപ്പം നീ മനസ്സിലാക്കും നിന്നെ ദൈവം സ്നേഹിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നീ കാണും. ഇപ്പം നീ ഇരുട്ടിനകത്തായിരിക്കുന്നത്, വെളിച്ചം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഇരുട്ട് പൊട്ടും, ഇരുട്ടിൻ്റെ ശക്തികൾ പൊട്ടും. അന്ധകാരത്തിൽ നിന്നും നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ആരാധനയ്ക്കും അഭിഷേകത്തിനും ഇതൊക്കെ ഈ ദൂതുകളും ഒക്കെ ഞാൻ പറയുന്നത്. ഞാൻ കിടന്ന കിടപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ ഇങ്ങനെ അഴിച്ച് പുറത്തു കൊണ്ടുവരുന്നതാണ് എൻ്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. അതാണ് ഈ ചെറുപ്പക്കാരെ ഈ പിള്ളേരെയൊക്കെ കാണുമ്പോൾ ഞാൻ വഴക്കുറയും ഒക്കെ ചെയ്യുന്ന. കാരണം നമുക്കറിയാം നമ്മൾ ആ ലെവലിൽ ഇതിനേക്കാൾ ഇവനൊന്നും അല്ല. നമ്മൾ എത്രയോ PhD എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളെ ചെറിയ പരിപാടി ഉള്ളവനെ കള്ളന്മാരെ കണ്ടാൽ അറിയാം, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാൻ PhD കഴിഞ്ഞവനാ. നിന്റെ കണ്ണ് കാണുമ്പോൾ അറിയാം നീ ആരാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബന്ധനം അഴിയാത്തിടത്തോളം കാലം നമ്മൾ പ്രസംഗിച്ചാലെന്നും കുറേ 1.5 മണിക്കൂർ മെസ്സേജ് പറഞ്ഞാലും വാ തുറന്ന് കേട്ടുകൊണ്ടിരിക്കും, വാങ്ങിയിരിക്കും. പക്ഷെ ബന്ധനകത്ത് ഇരിക്കുകയല്ലേ, ബന്ധനം അഴിഞ്ഞിട്ടില്ല. അപ്പോൾ വചനം അകത്ത് കയറി പ്രകാശിക്കണമെങ്കിൽ പിശാച് വിട്ടുമാറണം, ബന്ധനം വിട്ടുമാറണം. ആ ബന്ധനം വിട്ടുമാറണമെങ്കിൽ നീ കൈയടിച്ച് ആരാധിക്കണം. ആരാധിക്കുമ്പോൾ നിന്റെ മുഖം അഴിയും. അഭിഷേകം നിന്റെ മുഖത്തെ തകർക്കും. നിന്റെ മുഖം തകർന്നാൽ ഗുണം എനിക്കല്ല, സഭയ്ക്കല്ല, നിന്റെ വീട്ടിലുള്ളവർക്ക്, നിന്റെ അപ്പനും അമ്മയ്ക്കും, നിന്റെ ഭാര്യയ്ക്കും, മക്കൾക്കും, നിന്റെ കുടുംബത്തിലുള്ളവനും ഒക്കെ നീ ഒരു അനുഗ്രഹമായി, നാട്ടുകാർക്കൊക്കെ നീ ഒരു ബ്ലെസ്സിങ്ങായി മാറണമെങ്കിൽ നിന്റെ മുഖം പൊട്ടണം, നിന്റെ മുഖം അഴിയണമെങ്കിൽ ആത്മാവിൽ ഞാൻ പറയട്ടെ, അഭിഷേകത്തിന് ആരാധിക്കണം. നീ ആരാധിക്കണം. ആരാധനയുടെ നടുവിൽ ചില കെട്ടുകൾ പൊട്ടും, മുഖം അഴിയും, നിന്റെ മുഖം അഴിയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം. എത്ര സന്തോഷമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ബന്ധനങ്ങളെല്ലാം അഴിയും. കാരണം നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാത്തവനെയാണ് ദൈവത്തിന് ആവശ്യം. നീ എല്ലായിടത്തും പരാജയപ്പെട്ടവനാണോ? ഞാൻ എഴുതി വെച്ചുതരാം, നീയാണ് ഇന്റർനാഷണൽ പ്രോഫറ്റ്. ഹല്ലേലൂയ. നീ സകല പരീക്ഷകളും തോറ്റു കിടക്കുന്നവനാണോ? നീയാണ് യഥാർത്ഥ അഭിഷിക്തൻ. നിനക്ക് വിക്കുണ്ടോ? നിനക്ക് സംസാരിക്കാൻ പ്രശ്നമുണ്ടോ? നിനക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ വിഷയങ്ങളുണ്ടോ? നിനക്ക് നാണമുണ്ടോ? നിന്നെ തന്നെ ഇഷ്ടമില്ലാത്ത സ്വഭാവമാണോ നിനക്കുള്ളത്? നിന്നെ ആരും അംഗീകരിക്കാത്തവനാണോ? ദൈവം പറയുകയാണ്, ഇന്ന് നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. കർത്താവിന് അങ്ങനെയുള്ളവരെയാണ് ആവശ്യം. അങ്ങനെയുള്ളവരെയാണ് യേശു സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മോശ പറയുകയാണ്, ഞാൻ റിജക്റ്റ് ചെയ്യപ്പെട്ടവനാ, ഞാൻ അപമാനിക്കപ്പെട്ടവനാ, എൻ്റെ വീട്ടുകാർക്ക് പോലും എന്നെ ഇഷ്ടമല്ല, എനിക്ക് ആരുമില്ല, എനിക്ക് സഹോദരങ്ങളില്ല, ആരുമില്ല. ആ സമയത്ത് നീയാണ് എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ ജനത്തെ
ഞാൻ പ്രാധാന്യമായിട്ട് കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ വരെ എന്നെ കല്ലെറിയും, പക്ഷേ എനിക്കെൻ്റെ യേശുവിനെ മതി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിച്ചാൽ ഹൃദയമൊക്കെ പൊട്ടി തകർന്നിരിക്കുന്നവരാ അല്ലേ? നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴുണ്ട് മൊത്തം പൊട്ടിയിരിക്കുക. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് നടക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ആരാധിക്കുന്നത്. ആത്മീക ആരാധനയെ പരിശുദ്ധാത്മാവ് അങ്ങ് ഇങ്ങനെ കൊണ്ടുപോയതാ. കാരണം ആർക്കും വേണ്ടാത്ത നമ്മളെ ഒരു മനുഷ്യൻ പോലും മാനിക്കാത്ത, അംഗീകരിക്കാത്ത, സ്വന്തം രക്തബന്ധങ്ങൾ പോലും തള്ളിക്കളഞ്ഞ്, കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റി നിർത്തിയ നമ്മളെ ലോക സൃഷ്ടാവ് തിരഞ്ഞെടുത്തു. മനുഷ്യനെ നമ്മളെ വേണ്ട, ദൈവത്തിന് നിന്നെ വേണം. ഹല്ലേലൂയ. നീ എത്ര വിലയേറിയവനാണെന്ന് നോക്കിയേ. ആർക്കും മനുഷ്യന് നിന്നെ വേണ്ട, പക്ഷേ കർത്താവ് പറഞ്ഞു എനിക്ക് ഇവനെ വേണം. എത്ര വിലയേറിയ വ്യക്തിയാണ് നീ. അടുത്ത് നിൽക്കുന്ന വ്യക്തി കരം കൊടുത്ത് പറഞ്ഞു, എന്നെ ദൈവം സ്നേഹിക്കുന്നു, ഞാൻ മാനിക്കപ്പെട്ട ഒരു പാത്രമാണ്, മാനപാത്രമാണ് ഞാൻ ഒരു വലിയ വിലയേറിയ പാത്രമാണ്, ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവനാണ്, ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. 5 പ്രാവശ്യം പറഞ്ഞാട്ടെ, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നന്നായിട്ട് പറഞ്ഞാട്ടെ, നെഞ്ചിൽ കൈവച്ചോ, എന്നെ യേശുവിന് ആവശ്യമുണ്ട്, എന്നെ യേശുവിന് ആവശ്യമുണ്ട്, എന്നെ യേശുവിന് ആവശ്യമുണ്ട്, എന്നെ യേശുവിന് ആവശ്യമുണ്ട്, എന്നെ യേശുവിന് വേണം, എന്റെ കർത്താവിന് എന്നെ ആവശ്യമുണ്ട്, എന്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. എന്താ സജി ബ്രദറെ, ലോകത്ത് ആർക്കും വേണ്ടെങ്കിൽ നിങ്ങളെ യേശുവിന് വേണം. ലോകം നമ്മളെ സ്നേഹിക്കുന്ന പണം, പ്രതാപം, പദവി ഇതൊക്കെ വെച്ചാണ് സ്നേഹിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നുമില്ല. പക്ഷെ കർത്താവിനുണ്ട്, നിന്നെ പൊന്നു മകനാ, നീ ദൈവത്തിന്റെ പൊന്നു മകളാണ്. അതാ ദൈവത്തിന് നിന്നെ എവിടെ ഏതറ്റം വരെ വന്നും നിന്നെ ദൈവം പിടിപ്പിക്കും.